ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം മുലകിൽ സുലഭം. കുഞ്ചൻ നമ്പ്യാരുടെ പ്രശസ്തമായ വരികളാണിത്. ഈ വരികളിലെ താളത്തിലുള്ള കടങ്കഥ താഴെ പറയുന്നതിൽ ഏതാണ്? ഇവിടെ 3 കടങ്കഥകൾ നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതേ താളത്തിൽ വരുന്ന കടങ്കഥ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം നമുക്ക്. കാട്ടിലുണ്ടൊരു കൊച്ചൻ തൊട്ടാലുടനെ സ്തുതി ചെയ്യും. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി. അമ്മയ്ക്കു വാലില്ല തലയില്ല, മക്കൾക്കു വാലുണ്ട് തലയുണ്ട്. അപ്പോൾ ഇതേ താളത്തിൽ വരുന്ന കടങ്കഥ ഏതാണ്? അതെ, നമുക്കറിയാം, ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി എന്നുള്ളതാണല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വെള്ളിതൻ നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. മഴ വരുന്നത് നിങ്ങളും കണ്ടിട്ടില്ലേ? മഴയുടെ വരവിനെ കുറിച്ച് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് ഒരു കുറിപ്പ് എഴുതൂ. നമുക്ക് എന്തൊക്കെ എഴുതാം? യെസ്, മഴ ചിലപ്പോൾ നനച്ചിരിക്കാതെ വരുമല്ലേ. പെട്ടെന്ന് മാനം കറുക്കും. അക്കരെ നിന്നും മഴ പെയ്യുന്ന ഇരമ്പൽ കേൾക്കാം. ഉണങ്ങാനിട്ട തുണിയും വിറകുമൊക്കെ പെറുക്കിയെടുക്കുന്നതിന് മുമ്പ് മഴ എത്തുകയായി. ഉണങ്ങി തുടങ്ങിയ തുണി നനയ്ക്കാനായി ഇടയ്ക്കിടെ ഓടിയെത്തുന്ന മഴയെ അമ്മ പഴിക്കാറുണ്ട്. പക്ഷേ മഴ എപ്പോൾ എത്തിയാലും എനിക്കിഷ്ടമാണ്. പുരപ്പുറത്ത് ചരല് വീഴുന്നത് പോലെ ആദ്യം തോന്നും, പിന്നെ മഴവെള്ളത്തിൻ്റെ ഒഴുക്കായി. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉണ്ടാവില്ല, ഇതുപോലെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു. കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഇത്ര കുറച്ചു മണ്ണിൽ ഇത്രയേറെ ജീവികളോ? താൻ കണ്ടെത്തിയ മണ്ണിലെ മായാലോകത്തെക്കുറിച്ച് വില്യം ബീബ് സുഹൃത്തിന് തയ്യാറാക്കാനിടയുള്ള കത്ത് എപ്രകാരമാവും? എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കത്ത് നോക്കാം. നമുക്ക് എഴുതാം. പ്രിയപ്പെട്ട മാർക്ക്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പക്ഷി നിരീക്ഷണത്തിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ കുറേ നാളുകളായി. നിനക്ക് കത്തെഴുതിയിട്ട് ഇന്ന് വളരെ വിചിത്രമായൊരു അനുഭവം എനിക്കുണ്ടായി. പക്ഷി നിരീക്ഷണത്തിനിടെയാണ് ഞാൻ കാട്ടിലെ മണ്ണ് ശ്രദ്ധിച്ചത്. ഇതിൽ നാം കാണാത്ത രഹസ്യങ്ങൾ ഉണ്ടാകുമോ എന്നൊരു സംശയം തോന്നിയപ്പോഴാണ് ഒരു ചാക്ക് മണ്ണ് ശേഖരിച്ചത്. കപ്പലിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു നേരം പോക്കാകുമല്ലോ എന്ന് കരുതി കപ്പലിൽ മണ്ണെത്തിച്ചു. മണ്ണ് കുടഞ്ഞിട്ട് ഞാനും സുഹൃത്തും കൂടി നിരീക്ഷണം തുടങ്ങി. ഇത്ര വിചിത്രവും വിപുലവുമായ ഒരു ജീവലോകം ഈ ഒരു ചാക്കു മണ്ണിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്നത് എനിക്ക് ലഭിച്ച വലിയൊരു അറിവായിരുന്നു. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അറിയാവുന്നതും കണ്ടിട്ടില്ലാത്തതുമായ എണ്ണിയാലൊടുങ്ങാത്ത ജീവികളെയാണ് അതിൽ കണ്ടത്. ചിതലുകൾ, വണ്ടുകൾ, തേളുകൾ, പുഴുക്കൾ, മണ്ണിരകൾ, ഒച്ചുകൾ, അങ്ങനെ മണ്ണിനും ജീവനുണ്ട് എന്നത് എനിക്ക് ലഭിച്ച പുതിയ അറിവായിരുന്നു. പുതിയ ജീവികളെ കണ്ടെത്തുമ്പോൾ എൻ്റെ ആഹ്ലാദം കണ്ട് സുഹൃത്തുക്കൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ടെത്തലുകളെല്ലാം ഒരു പുസ്തകമാക്കണം. നിന്റെ വിശേഷങ്ങൾ എഴുതുമല്ലോ. സ്നേഹത്തോടെ, വില്യം ബേബ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലൊരു ലെറ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജീവചരിത്ര കുറിപ്പ്. ബഷീർ ദിനാചരണത്തെ തുടർന്ന് പത്രത്തിൽ വന്നൊരു വാർത്തയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ബഷീർ അനുസ്മരണം. പഴയിരിക്കവല ഗവൺമെൻറ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾ കഥാപാത്ര ആവിഷ്കാരത്തിലൂടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ചു. അക്ഷരപ്പൂമരത്തിൽ പാത്തുമ്മായുടെ ആട്, ശബ്ദങ്ങൾ, മതിലുകൾ, പൂവമ്പഴം തുടങ്ങിയ കൃതികളും അവ പ്രസിദ്ധീകരിച്ച വർഷം ലഭിച്ച പുരസ്കാരങ്ങളുടെ പേര് എന്നിവയും പ്രദർശിപ്പിച്ചു. ബഷീർ കൃതികളുടെ സവിശേഷതകളെക്കുറിച്ച് രശ്മി ടീച്ചർ സംസാരിച്ചു. ബഷീർ അനുസ്മരണം നിങ്ങളുടെ സ്കൂളിൽ നടത്തിയിട്ടുണ്ടാവുമല്ലോ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ വിവരങ്ങളും പത്രവാർത്തയിലെ സൂചനകളും ഉൾപ്പെടുത്തി ബഷീറിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ജീവചരിത്രക്കുറിപ്പാണല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഴുതാം. അനുഭവങ്ങളുടെ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ, 1908 to 1994. ഇതിനെ എഴുതാം. വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിച്ചത്. സ്വന്തം അനുഭവങ്ങൾ തന്നെ കഥകൾക്ക് വിഷയമാക്കിയ എഴുത്തുകാരനാണ് അദ്ദേഹം. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഗാന്ധിജിയോടുള്ള ആരാധന മൂലം അദ്ദേഹത്തെ കാണാൻ സ്കൂളിൽ നിന്നും ഒളിച്ചോടിപ്പോയി. കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കാളിയായി. തനതായ ഗ്രാമീണ ഭാഷാ ശൈലിയാണ് ബഷീർ തൻ്റെ കഥകൾ അധികവും രചിച്ചത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനെ ബഷീർ കൃതികൾ ഏറെ ആകർഷിച്ചു. പ്രകൃതിയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബഷീറിൻ്റെ കൃതികളിൽ പ്രകൃതിയോടും സഹജീവികളോടുമുള്ള സ്നേഹം തുടിച്ചു നിന്നിരുന്നു. മുറ്റത്തെ മരച്ചുവട്ടിലെ ചാരുകസേരയിൽ ചാഞ്ഞുകിടന്ന് ഗ്രാമഫോൺ പാട്ട് കേട്ട് തലയിൽ തലോടിയും പുകവലിച്ചും ബഷീർ കണ്ട സ്വപ്നങ്ങൾ കഥകളായി നമുക്ക് മുന്നിൽ പിറന്നു വീണു. പത്മശ്രീ, കേരള സാഹിത്യ അക്കാദമികളുടെ ഫെലോഷിപ്പ്, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും എന്ത് ചെയ്യാം? ഇതുപോലെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്.
ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.